അമേരിക്കയില്ലെങ്കിൽ യൂറോപ്പ് വെറും വട്ടപൂജ്യം. നാറ്റോ തലവന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ സൈനിക സഹായമില്ലാതെ യൂറോപ്പിന് സ്വയം പ്രതിരോധിക്കാൻ കഴിയില്ലെന്നാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ നിയമനിർമ്മാതാക്കളുടെ യോഗത്തിലാണ് അദ്ദേഹം ഈ പരുക്കൻ സത്യം തുറന്നടിച്ചത്. അമേരിക്കയുമായുള്ള ബന്ധം വേർപെടുത്തി ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിച്ചാൽ യൂറോപ്പിന്റെ പ്രതിരോധ ബജറ്റ് ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ സൈനിക പിന്തുണയില്ലാതെ യൂറോപ്പിന് സുരക്ഷിതമായിരിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് വെറും സ്വപ്നം മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമേരിക്കയുടെ ന്യൂക്ലിയർ അംബ്രല ഇല്ലാതെ യൂറോപ്പിന് സ്വാതന്ത്ര്യം നിലനിർത്താനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാറ്റോ സഖ്യകക്ഷിയായ ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണി നാറ്റോയ്ക്കുള്ളിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ മാർക്ക് റുട്ടെയുടെ ഇടപെടലിലൂടെ ഈ വിഷയത്തിൽ ഒരു താൽക്കാലിക ധാരണയിലെത്തിയിട്ടുണ്ട്. നിലവിൽ GDPയുടെ 5% പ്രതിരോധത്തിനായി ചിലവാക്കാൻ നാറ്റോ രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ സഹായമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഇത് 10% വർദ്ധിപ്പിക്കേണ്ടി വരും. സ്വന്തമായി ആണവായുധ ശേഷി കെട്ടിപ്പടുക്കാൻ ശതകോടിക്കണക്കിന് യൂറോ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നും റുട്ടെ ഓർമ്മിപ്പിച്ചു. യൂറോപ്പ് സ്വന്തം കാലിൽ നിൽക്കണമെന്ന ഫ്രാൻസിന്റെ വാദത്തോടുള്ള മറുപടിയായാണ് റുട്ടെ ഇങ്ങനെ പ്രതികരിച്ചത്. അമേരിക്കയുടെ സുരക്ഷാ മുൻഗണനകൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്പ് സ്വന്തം കാര്യം നോക്കേണ്ടി വരുമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം നാറ്റോ മേധാവിയുടെ പരാമർശങ്ങളെ എതിർത്ത് ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് രംഗത്തെത്തിയിരുന്നു. യൂറോപ്യന്മാർക്ക് അവരുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കാൻ കഴിയും, ഏറ്റെടുക്കുകയും വേണം. നാറ്റോയുടെ ആർട്ടിക്കിൾ 5 പരസ്പര പ്രതിരോധ വ്യവസ്ഥയോടുള്ള US പ്രതിബദ്ധത പൂർണ്ണമായും തുടരുമെന്നും റോഡ് തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ സൈന്യങ്ങൾക്കായി കൂടുതൽ ചിലവഴിക്കുന്നത് തുടരുമെന്നും അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ടെന്നും AFP റിപ്പോർട്ട് ചെയ്തു. അവർക്ക് സുരക്ഷിതമായ ഒരു യൂറോ അറ്റ്ലാന്റിക് ആവശ്യമാണ്, അതുപോലെ തന്നെ സുരക്ഷിതമായ ഒരു യൂറോപ്പും ആവശ്യമാണ്. അതിനാൽ US-ന് നാറ്റോയിൽ എല്ലാ താൽപര്യവുമുണ്ട്. പ്രതിരോധ ചിലവ് വർദ്ധിപ്പിക്കാൻ മടിക്കുന്ന യൂറോപ്യൻ സഖ്യകക്ഷികളെ സമ്മർദ്ദത്തിലാക്കിയതിന് ട്രംപിനെ നാറ്റോ തലവൻ ആവർത്തിച്ച് പ്രശംസിച്ചു. ഭൂഖണ്ഡത്തിലെ US സൈനികരെ മാറ്റിസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു യൂറോപ്യൻ പ്രതിരോധ സേനയെക്കുറിച്ച് ഈ മാസം ആദ്യം യൂറോപ്യൻ യൂണിയൻ പ്രതിരോധ കമ്മീഷണർ ആൻഡ്രിയസ് കുബിലിയസ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെയും അദ്ദേഹം നിരാകരിക്കുന്നതായി തോന്നി. ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ വീണ്ടും ചിന്തിക്കുക എന്നും റൂട്ട് പറഞ്ഞു. ഗ്രീൻലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ആർട്ടിക് പ്രതിരോധത്തിന് നാറ്റോ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ വാദത്തോട് താൻ യോജിച്ചുവെന്നും റൂട്ട് പറഞ്ഞു. എന്നാൽ ദ്വീപിലെ US സാന്നിധ്യം സംബന്ധിച്ച് ചർച്ച നടത്തേണ്ടത് ഗ്രീൻലാൻഡിക് ഡാനിഷ് അധികൃതരാണെന്നും ഡെൻമാർക്കിന് വേണ്ടി ചർച്ച നടത്താൻ എനിക്ക് അധികാരമില്ല, അതിനാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല, ഇനി ചെയ്യുകയുമില്ല. അമേരിക്കൻ നേതാവ് തങ്ങളുടെ പങ്ക് കുറച്ചു കാണിച്ചുകൊണ്ട് പ്രതിഷേധം സൃഷ്ടിച്ചതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ നാറ്റോ സഖ്യകക്ഷികൾ നടത്തിയ ത്യാഗങ്ങളെക്കുറിച്ച് ട്രംപിനെ ഓർമ്മിപ്പിച്ചതായി റൂട്ട് പറഞ്ഞു. ആത്യന്തിക വില നൽകിയ ഓരോ 2 അമേരിക്കൻ സൈനികർക്കും ഒരു സഖ്യകക്ഷിയുടെയോ പങ്കാളിയുടെയോ ഒരു നാറ്റോ സഖ്യകക്ഷിയുടെയോ പങ്കാളി രാജ്യത്തിന്റെയോ ഒരു സൈനികൻ പോലും നാട്ടിലേക്ക് മടങ്ങില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ശ്രമങ്ങളെയും അമേരിക്ക വളരെയധികം വിലമതിക്കുന്നുണ്ടെന്നും എനിക്കറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.